നമസ്കാരം, ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. ലോകത്തെ അത്ഭുതപ്പെടുത്തിയ അതിജീവനത്തിന്റെ ആ 12 നാളുകൾ ആരും മറന്നിട്ടുണ്ടാകില്ല. അന്ന് തായ്ലൻഡിലെ താം ലുവാങ് ഗുഹയ്ക്കുള്ളിൽ മരണത്തെ മുഖാമുഖം കണ്ട ആ കുട്ടികളെയും അവരുടെ കോച്ചിനെയും ലോകം പ്രാർത്ഥനയോടെയാണ് നോക്കി നിന്നത്. ഒടുവിൽ അത്ഭുതകരമായി അവരെ പുറത്തെത്തിച്ച അന്താരാഷ്ട്ര ക്രാക്ക് ടീം വീണ്ടും ഒരു സമാന ദൗത്യത്തിനായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഇത്തവണ അയൽരാജ്യമായ ലാവോസിലാണ് ആ ദൗത്യം ഉള്ളത്. ഉൾക്കാട്ടിലെ ഗുഹയ്ക്കുള്ളിൽ 7 പേർ കുടുങ്ങിയിട്ട് ഇന്നേക്ക് 5 ദിവസം പിന്നിടുന്നു. കണ്ണീരും പ്രാർത്ഥനയുമായി ഒരു രാജ്യം മുഴുവൻ കാത്തിരിക്കുമ്പോൾ കനത്ത മഴയെയും ഉരുൾപൊട്ടലിനെയും വകവയ്ക്കാതെ മരണതുരങ്കത്തിലേക്ക് ഇഴഞ്ഞു നീങ്ങുകയാണ് രക്ഷാപ്രവർത്തകർ. മധ്യ ലാവോസിലെ സെയ്സോംബൂൺ പ്രവിശ്യയിലുള്ള ഈ ഗുഹയ്ക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെടുക്കാനായി 2018 തായ്ലൻഡിലെ ചിറ്റഗോങ് താം ലുങ് ഗുഹയിൽ കുടുങ്ങിയ 12 യുവ ഫുട്ബോൾ താരങ്ങളെയും അവരുടെ കോച്ചിനെയും 2 ആഴ്ചത്തെ പ്രയത്നത്തിനൊടുവിൽ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയ അതേ അന്താരാഷ്ട്ര ഡൈവിംഗ് സംഘമാണ് ഇപ്പോൾ ലാവോസിലും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് 7-അംഗ സംഘം വന്യമൃഗങ്ങളെ വേട്ടയാടുന്നതിനും സ്വർണവും മറ്റും തിരയുന്നതിനുമായി ഗുഹയ്ക്കുള്ളിൽ പ്രവേശിച്ചതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ പ്രദേശത്തുണ്ടായ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിൽ ഗുഹയുടെ പ്രവേശന കവാടം പൂർണ്ണമായും അടഞ്ഞു പോവുകയായിരുന്നു. തായ്ലൻഡിൽ നിന്നുള്ള സന്നദ്ധ രക്ഷാപ്രവർത്തക സംഘങ്ങൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ പ്രകാരം ചെളി നിറഞ്ഞ വെള്ളം നിറഞ്ഞുകിടക്കുന്ന കടുത്ത ഇരുളുള്ളതും ഇഴുങ്ങിയതുമായ ഗുഹാപാതകളിലൂടെ ഇഴഞ്ഞാണ് രക്ഷാപ്രവർത്തകർ മുന്നോട്ട് നീങ്ങുന്നത്. ഗുഹയ്ക്കുള്ളിലേക്ക് നയിക്കുന്ന പ്രധാന തുരങ്കത്തിന് വെറും 60 സെന്റിമീറ്റർ മാത്രമാണ് ഉയരമുള്ളത്. സ്ഥലത്തെത്തിയ വിദഗ്ധ സംഘം ഗുഹയ്ക്കുള്ളിലെ വെള്ളം പമ്പുകൾ ഉപയോഗിച്ച് പുറത്തേക്ക് കളയാനുള്ള ശ്രമത്തിലാണ്. പാതകൾ സങ്കീർണമല്ലെങ്കിലും ഗുഹയ്ക്കുള്ളിലെ സ്ഥലം വളരെ പരിമിതമാണെന്നും പാറകൾക്ക് കടുത്ത മൂർച്ചയുള്ളതാണെന്നും തായ് രക്ഷാപ്രവർത്തക സംഘമായ മെത്താഥാം ഓപ്പറേഷൻസ് തലവൻ കെങ്കാഡ് ബോങ്കോവോങ് പറഞ്ഞു. ഗുഹയ്ക്കുള്ളിൽ നിന്ന് ഇതുവരെ ജീവന്റെ ലക്ഷണങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും അകപ്പെട്ടവർ ജീവനോടെ ഉണ്ടായിരിക്കും എന്നാണ് തങ്ങൾ വിശ്വസിക്കുന്നതെന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നു. അപകട സമയത്ത് ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ് മറ്റുള്ളവർ വെള്ളം കയറാത്ത സുരക്ഷിതമായ ഉൾഭാഗത്താണ് ഉള്ളതെന്ന വിവരം നൽകിയത്. ഗുഹയ്ക്കുള്ളിൽ ആവശ്യത്തിന് വായു ഉള്ളതിനാൽ അവർ അതിജീവിക്കുമെന്നാണ് പ്രതീക്ഷ. ഞായറാഴ്ച രാത്രിയോടെ സംഘം ഉണ്ടെന്ന് കരുതുന്ന സ്ഥലത്തിന് 40 മീറ്റർ വരെ അടുത്തെത്താൻ രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ കനത്ത മഴയെ തുടർന്ന് ഒഴുക്കിൽപ്പെട്ടെത്തിയ ചെളിയും മണ്ണും പാത പൂർണ്ണമായും തടസ്സപ്പെടുത്തിയിരുന്നു. അതിനെ തുടർന്ന് താൽക്കാലികമായി ഇവർക്ക് പിൻവാങ്ങേണ്ടി വന്നു. 50 സെന്റിമീറ്റർ മാത്രം വീതിയുള്ള ഈ വഴിയിലെ മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2018 തായ്ലൻഡ് ഗുഹാ ദുരന്തത്തിൽ നിർണായക പങ്കുവഹിച്ച ഫിൻലാൻഡ് സ്വദേശിയായ മിക്കോ പാസി, തായ് മുങ്ങൽ വിദഗ്ധൻ നെറാസെഡ് പലാസിംഗ് എന്നിവരും തിങ്കളാഴ്ച ലാവോസിലെ രക്ഷാപ്രവർത്തകർക്കൊപ്പം ചേർന്നിട്ടുണ്ട്. കനത്ത പർവ്വതനിരകളിലൂടെ 5 കിലോമീറ്ററോളം നടന്നു മാത്രമേ ഈ ഗുഹാ സമുച്ചയത്തിൽ എത്താൻ സാധിക്കൂ എന്നതിനാൽ രക്ഷാപ്രവർത്തകർ കാട്ടിനുള്ളിൽ തന്നെയാണ് ക്യാമ്പ് ചെയ്യുന്നത്. മഴ കനത്താൽ ഗുഹയിലെ ജലനിരപ്പ് ഉയരുന്നത് ദൗത്യത്തിന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. സമാനമായ മറ്റൊരു ദുരന്തം ലാവോസ് കാടുകളിലെ റെയിൽവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 2ാം ലോക മഹായുദ്ധകാലത്താണ് നടന്നത്. അന്ന് ജപ്പാൻ സൈന്യം തായ്ലൻഡിനെയും ബർമ്മയെയും ബന്ധിപ്പിച്ച് നിർമ്മിച്ച ബർമ്മ റെയിൽവേ ആണ് ചരിത്രത്തിൽ ഡെത്ത് റെയിൽവേ അഥവാ മരണതുരങ്കങ്ങളും പാലങ്ങളും നിറഞ്ഞ പാത എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ പാതയുടെ നിർമ്മാണത്തിനായി ലക്ഷക്കണക്കിന് ഏഷ്യൻ തൊഴിലാളികളെയും യുദ്ധത്തടവുകാരെയും ജപ്പാൻ നിർബന്ധിത അടിമവേല ചെയ്യിപ്പിച്ചു. കാടുകൾ വെട്ടിത്തെളിച്ചും മല തുരന്നും പാത നിർമ്മിക്കുന്നതിനിടയിൽ കൊടും പട്ടിണി, രോഗങ്ങൾ, ക്രൂരമായ മർദ്ദനം എന്നിവ മൂലം ഏകദേശം 1 ലക്ഷത്തിലധികം പേർ ദാരുണമായി മരണപ്പെട്ടു എന്നുള്ളതും ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ ചരിത്ര കഥകൾക്കുമായി വീണ്ടും വരാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.